ഒരുപാട് നാളായിട്ട് ആഗ്രഹമാണ് കേട്ടോ അത് റബേക്ക പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് അത് സാധിച്ചത് റബേക്ക കുട്ടിക്ക്. അപ്പൊ വെൽക്കം ടു ലൈക്ക് വകയിലില്ല. ഇന്നത്തേത് നമ്മളുടെ എന്താണ് വീഡിയോ? ആ പൂളാണ് ഈ പൂൾ കേട്ടോ. അങ്ങനെ 3 വർഷത്തോളമായിട്ട് റബേക്ക മോള് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്വിമ്മിങ് പൂളാണിത് കേട്ടോ. കുറേ നാളായിട്ട് പപ്പയുടെ പിന്നാലെ നടക്കുക. എന്താണെന്നറിയില്ല, നമ്മുടെ എമ്മിക്കുട്ടീനേലും സാറേനേലും നീന്താനും അതുപോലെ നീന്തൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളത് റബേക്ക കുട്ടിക്കായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പോയി സെർച്ച് ചെയ്യും, പപ്പേനെ കൊണ്ടുവന്ന് കാണിക്കും, അല്ലെ പപ്പയും മോളും കൂടി ഇരുന്ന് സെർച്ച് ചെയ്യും. അങ്ങനെ ഞാനാണെങ്കിൽ ഇതിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ വാങ്ങണ്ട ഇതിൻ്റെ വില കാണുമ്പോൾ ഞാൻ പറയും ഇപ്പോൾ വാങ്ങണ്ട, പിന്നെ വാങ്ങിക്കാം കൊച്ചിനെ ഞാൻ വേറെ ആരുടെ അടുത്തെങ്കിലും വിട്ടിട്ട് നീന്തൽ പഠിപ്പിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ അവൾ പറയും അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പഠിച്ചോളാം എന്ന് പറയും. പക്ഷേ ഇത് നീന്തൽ പഠിക്കാൻ മാത്രമുള്ളൊരു സ്വിമ്മിംഗ് പൂളിന് എന്തുമാത്രം വിലയാവും എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഇവരിപ്പോൾ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയേക്കുന്നത്. ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു 1 വീക്ക് എടുത്തു, സംഭവം വന്നു. അപ്പം അത് നോക്കും. ഒരു ഞായറാഴ്ചയാണിത് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. ഈ ഞായറാഴ്ച ആവാൻ വേണ്ടി ആ ബുക്ക് ചെയ്ത സമയം തുടങ്ങി കാത്തിരിക്കുമായിരുന്നു. എന്ന് വരും എന്നാണ് ഞായറാഴ്ച, ഏത് ദിവസമാണ്, എപ്പോഴാണെന്നൊക്കെ അന്വേഷിച്ച് അവസാനം ഞായറാഴ്ച രാവിലെ പോലും മനുഷ്യന് നിങ്ങൾ തലക്ക് സ്വര്യം തന്നിട്ടില്ല. എപ്പോൾ ഇയാളാണെ വരുന്നുമില്ല. അപ്പോൾ ആ ചേട്ടൻ വന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ സാധനം വന്നു, എല്ലാവരും കൂടി ഓപ്പൺ ചെയ്തു. അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഈ സാധനം ആദ്യം സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണെന്നുള്ളത്, ഇത് എന്തിനുള്ളതാണ് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഡോർഫിന് മനസ്സിലായി കാണുമായിരിക്കും. ഇത് അതിനകത്ത് കാറ്റ് നിറക്കാനുള്ളതായിരുന്നു. പിന്നെ യൂസേഴ്സ് മാനുവലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കതനുസരിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പം ഇതാണ് ഈ പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നതാണിത്. ഇതിന് നമ്മൾ കാറ്റൊക്കെ അടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വലിയൊരു പൂളായിട്ട് മാറും. അതിൻ്റെ പടം കണ്ടിട്ടും പിന്നെ അതിൻ്റെ സൈസൊക്കെ അവർ അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടും ഒക്കെ നല്ലൊരു വലിപ്പത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. എന്തൊരു സന്തോഷമാണെന്ന് നോക്ക്. എമ്മിക്കുട്ടിയാണെങ്കിൽ അതിങ്ങനെ തോക്ക് പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അതും പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ടോ, കാരണം നമുക്ക് താഴെ വെക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് ഒത്തിരി അതിനകത്ത് കൊള്ളുന്നത്ര അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് വെള്ളം നിറക്കണ്ട, കുറച്ച് വെള്ളം നിറക്കുക. അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നിറച്ചിട്ടൊന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. മേളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോഴാണ് എവിടെ കൂടിയാണ് അതിനകത്ത് എയർ കയറ്റുന്നത്, എങ്ങനെയാണ് വെള്ളം നിറക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെ വരുന്നത്. പിന്നെ ഡോപ്പി കണ്ടുപിടിച്ചെടുത്തു. അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. യൂസേഴ്സ് മാനുവൽ ഉള്ളതുകൊണ്ട് അത് നോക്കി. പിന്നെ നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡൊക്കെ മുകളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കറണ്ടിലാണ് കേട്ടോ. അത് നമുക്ക് ഇവിടെ കൂടിയാണ് അവിടെ നമ്മൾക്ക് എയർ കയറ്റാൻ പറ്റുന്നത്. അതിനകത്തേക്ക് നമ്മളുടെ ഈ കയ്യിലുള്ള എയർ കയറ്റാനുള്ള ആ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് എയർ കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് എക്സ്റ്റൻഷൻ ബോർഡൊക്കെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. എന്നിട്ട് 3 ലെയറായിട്ടാണുള്ളത്. അപ്പോൾ ഈ 3 ലെയർ ആദ്യം ഒരെണ്ണത്തിനകത്ത് വയ്ക്കും. അതിൻ്റെ ഒരു ആ നോസിൽ നമ്മൾ ഒരു ഹോളിൽ വയ്ക്കും, അത് കയറ്റും. അതിനുശേഷം അപ്പോൾ 20 മിനിറ്റ് മാത്രമേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഡിവൈസ് പ്രവർത്തിപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്ന് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇതിനകത്തേക്ക് കാറ്റ് കയറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ പണി പാളിയോ, ഇനി ഇത് നടക്കാൻ പറ്റൂലേ, കാറ്റ് കയറൂലേ എന്നൊക്കെ ചിന്ത വന്നു കേട്ടോ. പക്ഷേ ഇത്രയും വലുതല്ലേ, ഇതിനകത്തേക്ക് കാറ്റ് കയറണ്ടേ, കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം മേളിലാണെങ്കിലോ 4 മണിയാവാൻ വേണ്ടി ഒരു കണക്കിനാണ് ഈ പിള്ളേരെ ഞങ്ങൾ വിളിച്ചവിടെ പിടിച്ചൊന്ന് വീടിനകത്ത് ഇരുത്തിയിരുന്നത്. കാരണം അല്ലാതെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറാനേ പറ്റില്ല. അത്രയും വെയിലാണേ. 4 മണിക്കും വെയിൽ പോയിട്ടില്ല, നട്ടുച്ചയ്ക്കുള്ള വെയിൽ പോലെ അത്രയും ചൂടും വെയിലുമാണ്. ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇതുങ്ങളാണിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ 4 മണിയായോ എന്ന് ചോദിച്ച് നടക്കുമായിരുന്നു. മേളിലാണെങ്കിൽ നല്ല വെയിലും. പിന്നെ ഇതുങ്ങളുടെ ശല്യതയ്ക്ക് വയ്യാണ്ടാണ് ഞങ്ങൾ ആ വെയിൽ സാരില്ല അവന് മേളിൽ കയറിയത്. പിന്നെ കുറേ നേരം കണക്ട് ചെയ്ത് നമ്മളവിടെ മാറി കുത്തിയിരുന്നു എല്ലാവരും കൂടെ. എന്നിട്ടാണ് ഈ 20 മിനിറ്റ് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ ഈ സംഭവത്തിന്. അപ്പോൾ 20 മിനിറ്റ് ഓരോ സമയം നോക്കി 20 മിനിറ്റ് ആകുമ്പോൾ ഇതോരും അങ്ങനെ ഇത് കണ്ടോ. വെയിലിൽ നിന്ന് രക്ഷപ്പെടാനായി ടാങ്കിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഡോർഫിൻ അവിടെ ഒളിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഞാനും കൊച്ചുങ്ങളെയും കൊണ്ട് ഇരിക്കുവാണ്. ആ ഒരു ഭാഗത്ത് മാത്രമേ തണലുള്ളൂ, അല്ലാതെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ ഒട്ടും തണൽ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ റബേക്ക മോള് പോയി വഴക്കിട്ടിരിക്കുവാണ്. എന്താ കാര്യമെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കണില്ല. എന്തോ ഒരു കാര്യത്തിന് പപ്പ വഴക്ക് പറഞ്ഞോളെ. അപ്പോൾ അതിന് വേഗം പോയി അവിടെ വഴക്കിട്ടിരുന്നു കേട്ടോ. റബേക്ക കുട്ടി പിന്നെ പെട്ടെന്ന് വഴക്കിടും. എമ്മിക്കുട്ടനും വലിയ മോശമൊന്നും അല്ല. അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മളിങ്ങനെ കുറേ നേരം കൊണ്ട് നിറച്ചെടുത്തിട്ടോ. പിന്നെ അവിടെ പോയി ഇരുന്നപ്പോൾ അത്രയും സമയം ഇരിക്കുകയല്ലേ. അപ്പം ഞാനോർത്തു എന്നാൽ അവിടെ ഇരുന്ന് കുറേ നേരം നമ്മളുടെ കമൻസിനൊക്കെ ഇതിന് മുന്നേയുള്ള വീഡിയോക്കൊക്കെ കമൻസിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും എമ്മിക്കുട്ടിനും കൂടി ഇവിടെ വന്നിരുന്നിട്ടോ. ഇങ്ങനെ വന്നിരിക്കണം എന്താണ്, എന്ത് വെയിലാണ്, ഞങ്ങളിങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ഇവിടെ അല്ലേ. ഇവിടെ ടാങ്ക് ഉള്ളതുകൊണ്ട് അതിന്റെ തണലത്ത് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്നു. റബേക്ക കുട്ടൻ ഇവിടെ വന്ന് ഇരിക്കണ്ട, എന്നെ എടുക്കണമെന്ന് പറയാം. റബേക്ക കുട്ടൻ വഴക്കിട്ട് പപ്പയുമായിട്ട്. എന്തിനാ വഴക്കിട്ട് റബേക്ക?
റിബേക്ക പറഞ്ഞിട്ടല്ലേ ഇത് വാങ്ങിച്ചത് പപ്പ. നമ്മുടെ സ്വിമ്മിംഗ് പൂള് വലുതായി വരുന്നതനുസരിച്ച് റബേക്ക കൂട്ടൻ്റെ വഴക്കൊക്കെ മാറി വന്നിട്ടോ. അതാ ഇപ്പം ഇത്രയുണ്ട്, ഇനിയുണ്ട് അതിൻ്റെ താഴത്തുള്ള ഒരു ലെയറും കൂടെ എയർ ആവാനുണ്ട്. അപ്പോൾ അതാവുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ എമ്മിക്കുട്ടി അതിനകത്ത് ഓസൊക്കെ കൊണ്ടുവന്നിട്ട് ഓസിൽ നിന്ന് വെള്ളമൊക്കെ ടാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ടാങ്കിൽ നിന്ന് നമ്മൾ ഇതിനകത്തേക്ക് ഡോപ്പി ഇങ്ങനെ വലിച്ച് വെള്ളമൊക്കെ അതിനകത്തേക്ക് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ ഞങ്ങളിങ്ങനെ നീളത്തി വെച്ചു കേട്ടോ, വേറെ രീതിയിൽ വെച്ചു. അപ്പം അത് കണ്ടോ ഇപ്പം 3 ലെയർ നിറഞ്ഞു കേട്ടോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പമുണ്ട്, ഹൈറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് വെള്ളം ഇടുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് അതിനകത്ത് നീന്താം. നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. എന്തായാലും വാങ്ങിച്ചത് നല്ല വേർത്തായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു റേറ്റ് അനുസരിച്ച് നമുക്കത് ഇഷ്ടം. പിന്നെ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട, വെള്ളമൊന്ന് കുറച്ച് ആയപ്പോഴത്തേക്കും തന്നെ അതിനകത്തേക്ക് രണ്ടും കൂടെ ചാടി. ഈ ഹോസിൽ നിന്ന് വെള്ളം വരുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണേ. അപ്പം പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാങ്കിൽ നിന്ന് ഒരു ബക്കറ്റും വെച്ചിട്ട് വെള്ളം കുറേ കോരി അതിൻ്റെ ഈ നമ്മൾ ഹോസ് ഇട്ടേക്കുന്ന കൂടാതെ വെള്ളം കോരി നിറക്കാനും തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കിടന്ന ഇതിൻ്റെ ഇപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ അവസ്ഥയിൽ അവൾക്ക് നീന്താൻ പറ്റില്ല കേട്ടോ. എന്നിട്ടും കഷ്ടപ്പെട്ടവൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നീന്താൻ. ഞാനും കുറേയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ, പണ്ടൊക്കെ ഒന്ന് നീന്താൻ പഠിക്കണമെന്ന്. കാരണം പലരും പറഞ്ഞു കേൾക്കുമല്ലോ സ്വിമ്മിങ് ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണെന്നൊക്കെ പറയുമ്പോഴേ ഞാൻ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, എടാ നീന്താൻ പഠിക്കാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അതിന് യാതൊരു അവസരവും ഉണ്ടായിരുന്നിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോഴും നീന്താൻ അറിയില്ല. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം പേരും നീന്തൽ അറിയില്ലാത്തവരായിരിക്കും എന്നല്ലേ. ശരിക്കും നമ്മുടെ പിള്ളേരും നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് നീന്തലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പല അപകടങ്ങളും കുട്ടികൾക്കും വലിയവർക്കൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ നീന്താൻ അറിയാമായിരുന്നെങ്കിലെന്ന് നമ്മൾ അറിയാണ്ട് ഇങ്ങനെ ചിന്തിച്ചു പോകും. അപ്പോഴാണ് റബേക്ക മോളുടെ ഈ ഒരു ആഗ്രഹം. എന്തായാലും ഇവിടെ കിടന്ന് കാണിക്കുന്ന കസർത്ത് നോക്ക്, അവൾ മുങ്ങിയിട്ട് പോലുമില്ല ആ വെള്ളത്തിലെ. എന്നിട്ടും എന്തോ അവളുടെ വിചാരം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒട്ടകപ്പക്ഷി ഇങ്ങനെ മണ്ണിൻ്റെ തല മാത്രം ഇങ്ങനെ താഴ്ത്തി നിൽക്കുമെന്നോ, എന്നിട്ട് മൊത്തത്തിൽ താൻ മറഞ്ഞിരിക്കുകയാണെന്നൊരു തോന്നലിൽ നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ. അതുപോലെ ഇവളുടെ വിചാരം ഇവൾ പൂർണ്ണമായിട്ടും മുങ്ങുന്നുണ്ടെന്നാണ്. ഇനി എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ 1 മണിക്കൂർ ഞങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളിൽ കളിക്കും കേട്ടോ, അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പപ്പേനോട് അപേക്ഷിക്കലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും കളിക്കാൻ നിന്നാലേ നമുക്ക് ഈ വെള്ളം പ്യൂരിഫൈ ചെയ്യാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. ഒത്തിരി വെള്ളം ചിലവാകും. അത് മാത്രമല്ല അങ്ങനെ കളിച്ചാൽ എപ്പോഴും വെള്ളത്തിലിറങ്ങിക്കൊണ്ടിരുന്ന് പിന്നെ ആവശ്യമില്ലാത്ത അസുഖങ്ങളൊന്നും പിടിക്കണ്ട. ഇതിനകത്ത് പോരുമില്ലല്ലോ ഇവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അനുവദിക്കുമ്പോൾ മാത്രം, അതിനുള്ള സമയമൊക്കെ ഉണ്ട്, അത് തരാം, അപ്പം മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കായിരുന്നു. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. 2 ദിവസം 2 പേരും കളിച്ചു കേട്ടോ. നമ്മുടെ പുതിയ സ്വിമ്മിംഗ് പൂളിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുളി നടന്നുകൊണ്ടിരിക്കുവാണ്. അധികം വെള്ളം നമ്മൾ നിറച്ചില്ല കേട്ടോ, കുറച്ച് വെള്ളം നിറച്ചോളൂ. ഒരു കാൽഭാഗം വെള്ളം നിറച്ചോളൂ. ഫുൾ നിറച്ച് നമുക്ക് കുളിക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഇത് വന്നപ്പോ തന്നെ അവർക്കൊന്ന് കുളിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ നടക്കല്ലേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പൂള് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ ലിങ്ക്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ വെള്ളത്തിൽ കളിക്കാനും വെള്ളത്തിൽ കുളിക്കാനും നീന്താനൊക്കെ ഇഷ്ടമുള്ള പിള്ളേർക്ക് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഇപ്പൊ ഈ പറച്ചിലുള്ളൂ പൈസ നോക്കി മേടിക്കണമെന്നൊക്കെ. ഞാനിപ്പോ മേടിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നീട്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവായിരുന്നു. 3 വർഷത്തോളമായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 3 വർഷമൊന്നും ആയിട്ടില്ല. അവിടെ ആ വീട്ടിൽ വെച്ചാൽ ശരിയാ 3 വർഷമായി. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് വാങ്ങിച്ചപ്പോ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം. ഇതുപോലെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നോക്കി കണ്ടൊക്കെ ഇത് എവിടെയാണ് വെക്കേണ്ടത്, വെക്കാനുള്ള സൗകര്യമൊക്കെ നോക്കിയിട്ട്. ശരി. അയ്യോ വന്നു വരുന്നു. അപ്പം വിശേഷങ്ങളായിട്ട് നാളെ കാണാത്തവരേക്കും ബൈ.